മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തി എം.ടി. വാസുദേവൻ നായരുടെ വിമർശനം. നേതൃപൂജകളിൽ വിശ്വസിക്കാത്ത EMS ആണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്. അധികാരം നേടിയതോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലക്ഷ്യം പൂർത്തിയാക്കിയെന്ന് അദ്ദേഹം കരുതിയില്ല. ഇന്ന് അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആയി മാറി. ഭരണാധികാരി എറിഞ്ഞുകൊടുക്കുന്ന ഔദാര്യമല്ല സ്വാതന്ത്ര്യമെന്നും കോഴിക്കോട് KLF ഉദ്ഘാടന വേദിയിൽ എം.ടി. പറഞ്ഞു. അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ അസംബ്ലിയിലോ പാർലമെന്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ആധിപത്യത്തിനുള്ള ഒരു തുറന്ന അവസരമാണ്. അധികാരമെന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട ഒരവസരമെന്ന സിദ്ധാന്തത്തെ പണ്ടെന്ന് നമ്മൾ കുഴിവെട്ടി മൂടി. ഭരണാധികാരി എറിഞ്ഞു കൊടുക്കുന്ന ഔദാര്യത്തുണ്ടുകളല്ല സ്വാതന്ത്ര്യം. 1957 ബെർലിൻ ബാലറ്റ് പട്ടികയിലൂടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു. അതോടെ ലക്ഷ്യം നേടിയെന്ന അലംഭാവത്തിൽ എത്തിപ്പെട്ടവർക്കുണ്ടാവും. അത് ഒരാരംഭമാണെന്നും ജാഥ നയിച്ചും മൈതാനങ്ങളിൽ കൂടിയും വോട്ടുപെട്ടികൾ നിറച്ചും സഹായിച്ച ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്വമുള്ള ഒരു സമൂഹമാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ തുടക്കം വിശ്വസിച്ചതുകൊണ്ടാണ് EMS സമാരാധന. VS രഞ്ജിത്ത് ചേരുന്നു. VS രഞ്ജിത്ത്, എന്തായിരുന്നു വിമർശനത്തിന്റെ കാമ്പ്? ഡോക്ടർ അരുൺ, അദ്ദേഹം ആനുഷംഗികമായോ ഭംഗിധരനെയോ സൂചിപ്പിച്ചതല്ല, എഴുതി തയ്യാറാക്കി വന്ന പ്രസംഗമായിരുന്നു. അതും പിണറായി വിജയനാണ് ഈ വേദിയുടെ ഉദ്ഘാടകൻ എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം EMSനെ പുകഴ്ത്തിക്കൊണ്ടും EMSനെ മാതൃകയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സുദീർഘമായ പ്രസംഗം നടത്തിയത്. ആ പ്രസംഗത്തിൻ്റെ അവസാനം പറഞ്ഞു വെക്കുന്നത് നിലവിൽ അധികാരത്തിലുള്ളവർ, അത് ആര് എന്നോ സംസ്ഥാന സർക്കാരെന്നോ കേന്ദ്ര സർക്കാരോ ഒന്നും വിമർശിച്ചിട്ടില്ല, പക്ഷേ EMSനെ മാതൃകയാക്കണമെന്നും EMS ആണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്നും ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു മാതൃക എന്നും പറഞ്ഞു വെക്കുകയും അവസാനം ഈ പ്രസംഗത്തിൻ്റെ അവസാനം അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഇത്തരത്തിൽ ഒരു മാതൃക മുന്നിലുണ്ട്, ആ മാതൃകയെ ഉൾക്കൊള്ളാൻ നിലവിൽ അധികാരത്തിലുള്ളവർ ശ്രദ്ധിക്കണം എന്നും ഒരു ഉപദേശവും അദ്ദേഹം കൊടുക്കുകയുണ്ടായി. അദ്ദേഹം ഏറ്റവും പ്രധാനമായി പറഞ്ഞത് അധികാരം എന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ അല്ല, അത് ജനസേവനത്തിനുള്ള അവസരമാണ്. പക്ഷേ നിലവിൽ അത് ജനസേവനത്തിനുള്ള അവസരം എന്ന സിദ്ധാന്തത്തെ കുഴിവെട്ടി മൂടിക്കഴിഞ്ഞു. നിലവിൽ ഒരു ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. EMS ശ്രമിച്ചത് ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കാനല്ല, ആൾക്കൂട്ടത്തെ പൗരബോധമുള്ള ജനാവലിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ വിപ്ലവം തീർത്ത ജനാവലി വെറും ആൾക്കൂട്ടമായി അധപതിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ആൾക്കൂട്ടത്തെ ശോഭിപ്പിക്കാനും അവരെ ആരാധകരാക്കാനും അവരെ പടയാളികളാക്കാനും വേണ്ടി ശ്രമം നടക്കുന്നു. അങ്ങനെ ആരാധകരെയും പടയാളികളെയും അല്ല സൃഷ്ടിക്കേണ്ടത്, ഉത്തരവാദിത്തമുള്ള സമൂഹത്തെയാണ് സൃഷ്ടിക്കേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹം പ്രധാനമായും ഓർമ്മപ്പെടുത്തുന്നത് അമിതാധികാരം അപജയത്തിൻ്റെ തുടക്കമാണ്, അമിതാധികാരം അപജയത്തിൻ്റെ തുടക്കമാണ് എന്ന് അദ്ദേഹം ഉദാഹരണ സഹിതം പറയുമ്പോൾ റഷ്യയുടെ ഉദാഹരണമാക്കിക്കൊണ്ട്, സോവിയറ്റ് യൂണിയനെ ഉദാഹരണമാക്കിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഏതായാലും അമിതാധികാരത്തെ വിമർശിക്കുന്നു, നിലവിലുള്ള മാതൃക തെറ്റാണെന്ന് പറയുന്നു, EMS ആണ് മാതൃക എന്ന് പറയുന്നു. ഇതെല്ലാം പിണറായി വിജയനെ വേദിയിലിരുത്തിക്കൊണ്ടാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവസാനിക്കുന്നത് EMSനെ ഉൾക്കൊള്ളാൻ, EMS എന്ന മാതൃകയെ ഉൾക്കൊള്ളാൻ നിലവിൽ അധികാരത്തിലുള്ളവർ ശ്രമിക്കണം എന്ന ഒരു ഉപദേശത്തോടു കൂടിയാണ്. താങ്ക് യു VS രഞ്ജിത്ത്. എം.ടി. വാസുദേവൻ നായരുടെ വിമർശനം മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തിക്കൊണ്ടായിരുന്നുവെന്നാണ് VS രഞ്ജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്.